നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. പട്ടാപ്പകൽ അടച്ചിട്ട വീട്ടിൽ മോഷണം, 10 പവൻ സ്വർണവും പണവും കവർന്നു. കാരത്തൂർ മർക്കസ് റോഡിന് സമീപം കല്ലിങ്ങൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടിലാണ് ചൊവ്വാഴ്ച പകൽ മോഷണം നടന്നത്. തിരൂരിൽ കുട്ടിയുടെ കാലിൽ നിന്നും പാദസരം മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശിനി അറസ്റ്റിൽ. കോയമ്പത്തൂർ മാവട്ടം സ്വദേശിനി ഗൗരിയെയാണ് യാത്രക്കാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. മലബാറിലേക്ക് പുതുതായി ആരംഭിച്ച ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിനിന് മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. തിരൂർ MBA സെൻട്രൽ സ്കൂളിൽ IAS ഓഫീസറായ ഉനൈസ് റഷീദ് ഇസ്മായിൽ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചു. കടലാക്രമണം നേരിടുന്ന പാലപ്പെട്ടി പ്രദേശത്ത് ശാശ്വതവും ശാസ്ത്രീയവുമായ കടൽഭിത്തി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശവാസികൾ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ ഉപരോധിച്ചു. തിരുനാവായ പഞ്ചായത്തിലെ അഴകത്ത് പ്രദേശത്ത് പുഴയോരം ഇടിഞ്ഞ് വീടുകൾക്ക് ഭീഷണി. പരിഹാരം കാണണമെന്ന് MLA കുറുക്കോളി മൊയ്തീൻ നിയമസഭയിൽ. വിശദമായ വാർത്തകൾ. പട്ടാപ്പകൽ അടച്ചിട്ട വീട്ടിൽ മോഷണം, 10 പവൻ സ്വർണവും പണവും കവർന്നു. കാരത്തൂർ മർക്കസ് റോഡിന് സമീപം കല്ലിങ്ങൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടിലാണ് ചൊവ്വാഴ്ച പകൽ മോഷണം നടന്നത്. വീട്ടുകാർ രാവിലെ ആശുപത്രിയിൽ പോയ സമയം നോക്കിയാണ് മോഷണം നടന്നത്. ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. തിരൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കാരത്തൂർ മർക്കസ് റോഡിൽ പരേതനായ കുഞ്ഞുമൊയ്തീൻ കുട്ടിയുടെ വീട്ടിൽ ചൊവ്വാഴ്ച പകലാണ് മോഷണം നടന്നത്. കുഞ്ഞുമൊയ്തീന്റെ ഭാര്യ ഖദീജയുടെ സർജറിക്കായി കുടുംബം തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയ സമയം നോക്കിയാണ് മോഷണം നടത്തിയത്. വീടിന്റെ പുറകുവശത്തെ അടുക്കള ഭാഗത്തെ ഗ്രിൽസ് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നത്. ഇന്നലെ എൻ്റെ പെങ്ങളെ ഓപ്പറേഷൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടുന്ന് 9 മണിക്ക് ഇവർ ജൂബിലി ഹോസ്പിറ്റലിൽ പോയത്. അപ്പോൾ തിരിച്ച് വന്നത് പിള്ളേർ 5:30 മണിക്കാണ് പിള്ളേർ സ്കൂൾ തിരിച്ച് വന്നത്. തിരിച്ച് വന്നപ്പോൾ നോക്കുമ്പോൾ അവിടെ ഡ്രില്ലൊക്കെ പൊട്ടിച്ചെടുത്തു. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ 10 പവൻ്റെ സ്വർണം പോയി. പിന്നെ ഇതിൻ്റെ മുന്നിൽ ഇവിടെ കള്ളന്മാരെ സെറ്റ് ഉണ്ടായിട്ടുണ്ട്. കൗത്തുനിന്ന് മാലൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. പക്ഷെ അത് പൊട്ടിച്ചത് മുക്കുവണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒഴിവാക്കി. പിന്നെ ഇതേമാതിരി ഇപ്പോൾ കഴിഞ്ഞ റമദാനക്ക് ഇതേമാതിരി പൂട്ട് പൊട്ടിച്ച്. പിന്നെ അതിൻ്റെ മുന്നേ ഒരു ദിവസം കൂടി വന്നിട്ടുണ്ട്. ഫുള്ള് കള്ളന്മാരെ സെല്ലാണ് ഇവിടെ ഈ ഏരിയ. ആളില്ലാത്ത തക്കം നോക്കിയിട്ടാണ് ഇവർ വരുന്നത്. കളവ് നടന്നപ്പോൾ അവിടുത്തെ ഇത് മഞ്ഞപ്പൊടി കത്തിരിക്കണം. അത് തെളിവിട്ടാതിരിക്കാനും വേണ്ടിയിട്ടാണെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഉള്ളു 3 അൽമാര പൊട്ടിച്ചിരിക്കണം. ഈ 3 അൽമാറിൻ്റെ മേലെ കംപ്ലീറ്റ് റൂമിലും കംപ്ലീറ്റ് മഞ്ഞപ്പൊടി കത്തിരിക്കും. അറിയുന്ന ആള് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ കണ്ടിട്ടില്ല. ആളില്ലാത്ത ഒക്കെ നോക്കിയിട്ടാണ് ആരായിരുന്നോ ആൾക്കാരാണത്, അല്ലാതെ ഇപ്പം അങ്ങനെ വരില്ല. സ്കൂൾ വിട്ട് കുട്ടികൾ വീട്ടിലെത്തിയപ്പോഴാണ് അടുക്കള ഭാഗത്ത് മഞ്ഞൾപ്പൊടി വിതറിയത് കണ്ടത്. ഇത് കണ്ട കുട്ടികൾ അടുത്തുള്ള ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കൾ എത്തി നോക്കിയപ്പോഴാണ് ഗ്രിൽസ് തകർത്തതായി കണ്ടെത്തിയത്. ഇന്നലെ ഞങ്ങൾ വീട്ടിലില്ലാത്ത സമയത്ത് വീട്ടിൽ കള്ളം കയറി
ഒരു 9 മണി 6:30 ഉള്ളിലാണ് കയറിയിരിക്കുന്നത്. 10 പവൻ ഞങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. അലമാറൊക്കെ കുത്തി തുറന്നു. വീട്ടിൽ 3 അലമാറയാണുള്ളത്. 3 തുറന്നിട്ടുണ്ട്. സ്വർണം കൊണ്ടുപോയിട്ട് 10.5 പവനോളം കൊണ്ടുപോയി. പണം ഞങ്ങളതൊന്നും ഇല്ല. ഇനി ഉമ്മാന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്തിട്ടുണ്ടാവും. അത് എടുത്തിക്കണെന്നാണ് പറയുന്നത്. ഇല്ല, അതിനു മുമ്പ് ഞങ്ങൾക്ക് ശല്യം ഉണ്ടായിട്ടുണ്ട്. ഗ്രില്ല് തുറന്ന് കയറുക, പൂട്ട് പൊട്ടിച്ച് പെട്ടെന്ന് കാണുന്ന കാരണം പെട്ടെന്ന് അവർ ഓടി രക്ഷപ്പെടില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ടാണ്. അത് രാത്രിയാണ് ഞങ്ങൾക്ക് ശല്യം ഉണ്ടാവില്ല, പകലൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പരാതിപ്പെട്ടിട്ടില്ല. ഇപ്പോഴാണ് പരാതിപ്പെട്ടത്. ഇത് പരാതിപ്പെട്ടു. അലമാരകളിൽ സൂക്ഷിച്ച 10 പവൻ സ്വർണ്ണാഭരണമാണ് മോഷണം പോയത്. ഇതിന്റെ മുമ്പും മോഷണ ശ്രമം നടന്നതായി വീട്ടുകാർ പറയുന്നു. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂരിൽ കുട്ടിയുടെ കാലിൽ നിന്നും പാദസരം മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശിനി അറസ്റ്റിൽ. കോയമ്പത്തൂർ മാവട്ടം സ്വദേശിനി ഗൗരിയെയാണ് കൽപ്പകഞ്ചേരി SHO K സുശാന്ത് അറസ്റ്റ് ചെയ്തത്. തിരൂർ വളാഞ്ചേരി റൂട്ടിലോടുന്ന നീർക്കാട്ടിൽ എന്ന ബസ്സിൽ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:30 സംഭവം. വയലത്തൂരിൽ നിന്നും മാമ്പ്രയിലേക്ക് ബസ് കയറിയ ചെട്ടിയാം കിണർ സ്വദേശിനിയായ യുവതിയുടെ കുട്ടിയുടെ കാലിലെ അരപ്പവൻ തൂക്കം വരുന്ന പാദസരമാണ് മോഷ്ടിച്ചത്. ബസ്സിൽ വച്ച് തന്നെ കുട്ടിയുടെ പാദസരം നഷ്ടപ്പെട്ടത് ശ്രദ്ധയിൽപ്പെട്ട മാതാവ് ബഹളം വച്ചതോടെ ബസ് കൽപ്പകഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നിർത്തി പരിശോധിച്ചപ്പോഴാണ് തമിഴ്നാട് സ്വദേശിയായ ഗൗരിയുടെ പേഴ്സിൽ നിന്നും പാദസരം കണ്ടെത്തിയത്. പ്രതിയെ തിരൂർ കോടതിയിൽ ഹാജരാക്കി. വെട്ടം ന്യൂസ്, തിരൂർ. മലബാറിലേക്ക് പുതുതായി ആരംഭിച്ച ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിനിന് മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ഷൊർണൂർ കണ്ണൂർ ഷൊർണൂർ റൂട്ടിൽ 2 പാസഞ്ചർ വണ്ടികളാണ് പുതുതായി ലഭിച്ചത്. അഭിവാദ്യങ്ങൾ 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 പുതുതായി വണ്ടികൾ അനുവദിച്ച റെയിൽവേ മന്ത്രിക്ക് അഭിവാദ്യങ്ങൾ. റെയിൽവേ മന്ത്രിക്കും മലബാറിലെ MP-മാർക്കും റെയിൽവേ അധികൃതർക്കും അഭിവാദ്യമർപ്പിച്ചും ലോക്കോ പൈലറ്റിന് ബൊക്കെ നൽകിയും യാത്രക്കാർക്ക് മധുരം വിതരണം ചെയ്തും അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ യാത്രക്കാർ പുതിയ വണ്ടിയെ സ്വാഗതം ചെയ്തു. K രഘുനാഥ്, M ഫിറോസ്, അബ്ദുൾ റഹ്മാൻ വള്ളിക്കുന്ന്, KK റസാഖ് ഹാജി തിരൂർ, സുജ മഞ്ഞോളി, സുദിന വേങ്ങേരി, PK വിജയൻ, സത്യൻ കല്ലായി, സജിത കല്ലായി, നിഷ വേണുനാഥ്, രതീഷ് വെസ്റ്റ് ഹിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജൂലൈ മാസത്തിൽ മാത്രം പരീക്ഷണാടിസ്ഥാനത്തിൽ ആഴ്ചയിൽ 4 ദിവസം സർവീസ് നടത്താനാണ് റെയിൽവേയുടെ തീരുമാനമെങ്കിലും എല്ലാ ദിവസവും സർവീസ് നടത്തുകയും ട്രെയിനുകൾ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ. വെട്ടം ന്യൂസ്, തിരൂർ. തിരൂർ MES സെൻട്രൽ സ്കൂളിൽ IAS ഓഫീസറായ ഉനൈസ് ഋഷിൻ ഇസ്മായിൽ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. MES സെൻട്രൽ സ്കൂളിലെ മുൻ വിദ്യാർത്ഥിയും വെസ്റ്റ് ബംഗാളിലെ ഹൗറ ജില്ലയിലെ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാണ് അദ്ദേഹം.
പണ്ടൊക്കെ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് സംസാരിച്ച് മടുത്തു, ഇനി കുറച്ച് മലയാളം കേട്ടാലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ? ലാസ്റ്റ് ഞാനിവിടെ സ്കൂളിൽ വരുന്നത് 19 വർഷം മുമ്പാണ്. 2005 2003-2005 വരെ ഞാൻ ഉണ്ടായിരുന്നത്. അന്ന് വന്നതിൽ നിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത്, അന്ന് വരുമ്പോൾ സ്കൂളിലോട്ട് കയറുന്നതിന് മുമ്പ് കോളർ ബട്ടൺ ഇട്ടിട്ടുണ്ടോ, ടൈ കെട്ടിയിട്ടുണ്ടോ, ബാഡ്ജ് ഉണ്ടോ, ബെൽറ്റിൽ MBSന്റെ ലോഗോ ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം കയറാൻ. ഇല്ലെങ്കിൽ എനിക്ക് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു വൈസ് പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു. ഇന്ന് എൻ്റെ മുന്നിൽ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ സഹൃദയം, വളരെ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തിൽ നമ്മളെ കൊണ്ടുനടക്കുന്ന പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളുകളാണെന്ന് എനിക്ക് തോന്നുന്നത്. അന്ന് ഞങ്ങൾ MBS സെൻട്രൽ സ്കൂളിൽ നിന്ന് MBS സെൻട്രൽ ചെയ്യുന്ന പറഞ്ഞത്. അവിടെ നിന്ന് ഒരുപാട് ഉയർന്ന് നല്ലൊരു തലത്തിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. 2003 10ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ഒരു ദിവസം എൻ്റെ വാപ്പത്തിലൂടെ ഞാൻ വണ്ടിയിൽ പോയിരുന്നു. മൂപ്പർ എൻ്റെ മുമ്പിൽ ഒരു MBS മുമ്പിൽ ഒരു ബോർഡ് കണ്ടു, IIT കോച്ചിങ് എന്ന് പറഞ്ഞു. വാപ്പാൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്നെ IIT വിടുന്നത്. പിന്നെ മുമ്പിലൊന്നും ആലോചിച്ചില്ല, +2 വേണ്ടി എന്നെ MBS കൊണ്ട് ചേർത്തു. അങ്ങനെ എൻ്റെ 2 വർഷത്തെ അഭിരുചിക്കൊത്ത മേഖലകളിലാവണം വിദ്യാർത്ഥികൾ തുടർ പഠനം നടത്തേണ്ടത് എന്നും അവരവരുടെ കഴിവ് സ്വയം കണ്ടെത്തണമെന്നും IAS ഓഫീസറായ ഉനൈസ് റിഷിൻ ഇസ്മായിൽ വിദ്യാർത്ഥികളോട് പറഞ്ഞു. പരിപാടിയിൽ MES സെൻട്രൽ സ്കൂൾ സെക്രട്ടറി സലാം P. ലില്ലീസ് അധ്യക്ഷം വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ VP സ്വാഗതം പറഞ്ഞു. സ്കൂൾ ട്രഷറർ അബ്ദുൾ ജലീൽ K. ഉനൈസ് റിഷിനെ ഉപഹാരം നൽകി ആദരിച്ചു. ജോയിന്റ് സെക്രട്ടറി നജുമുദ്ദീൻ കല്ലിങ്ങൽ, മാനേജ്മെന്റ് കമ്മിറ്റി അംഗം അബ്ദുറഹ്മാൻ PP, വൈസ് പ്രിൻസിപ്പൽ ബെന്നി PT തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വെട്ടം ന്യൂസ്, തിരൂർ. കടലാക്രമണം നേരിടുന്ന പാലപ്പെട്ടി പ്രദേശത്ത് ശാശ്വതവും ശാസ്ത്രീയവുമായ കടൽഭിത്തി സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് തീരദേശവാസികൾ വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ ഉപരോധിച്ചു. സമരപ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കടൽഭിത്തി ഇല്ലാത്തതുമൂലം മഴയിലും കടലാക്രമണത്തിലും ഈ പ്രദേശത്തുള്ള നിരവധി വീടുകൾ തകർന്നു പോവുകയും താമസയോഗ്യമല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. 10 മുറി മുതൽ കാപ്പിരിക്കാട് 4 കിലോമീറ്റർ നീളത്തിലാണ് ഭിത്തി തകർന്നു കിടക്കുന്നത്. കടലാക്രമണത്തെ പ്രതിരോധിക്കാൻ സർക്കാർ വകയിരുത്തിയ 10 കോടി രൂപയുടെ കടൽഭിത്തി നിർമ്മാണത്തിന്റെ നടപടികൾ ആരംഭിക്കാത്തതിലും കെട്ടിയ കടൽഭിത്തി നിർമ്മാണം ശാസ്ത്രീയവും ശാശ്വതവുമായ രീതിയിലല്ലാത്തതിലും പ്രതിഷേധിച്ചാണ് സമരം. സംസ്ഥാന സർക്കാരും MLAയും കാര്യമായി ഈ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. തീരദേശത്തു നിന്നും വീടും ഭൂമിയും ഒഴിഞ്ഞു നൽകാൻ സർക്കാർ നടപ്പാക്കിയ പുനർഗേഹം പദ്ധതി നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നതും സമരപ്രവർത്തകർ ഉയർത്തുന്ന മുദ്രാവാക്യമാണ്. സമരപ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. AK കാസിം കൊണ്ടത്ത്, മജീദ് പാലപ്പെട്ടി, നൌഷാദ് യാഹു, കബീർ, ഹംസു പാലപ്പെട്ടി, സുലൈമാൻ കറുപ്പംവീട്ടിൽ, മജീദ് കള്ളിവളപ്പിൽ, സാനിദ ഷംസുദ്ദീൻ, നൂറുദ്ദീൻ എന്നിവർക്കെതിരെ പോലീസ് കേസെടുത്തു. മുൻഷിറ, മൻസിയ, നസീമ, മുസ്തഫ, അഷ്കർ, റിയാസ്, ഷഹീർ, ബഷീർ, സിയാദ്, റഫീഖ്, യൂസഫ്, ഇബ്രാഹിം എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. വെട്ടം ന്യൂസ്, പൊന്നാനി. തിരുനാവായ പഞ്ചായത്തിലെ അഴകത്ത് പ്രദേശത്ത് പുഴയോരം ഇടിഞ്ഞ് വീടുകൾക്ക് ഭീഷണി. പരിഹാരം വേണമെന്ന് MLA കുറുക്കോളി മൊയ്തീൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ ആവശ്യപ്പെട്ടു. MLA ഉന്നയിച്ച വിഷയം ഗൗരവമുള്ളതാണെന്നും പഠനം നടത്തി പരിഹാരം കാണുമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റ്യൻ മറുപടി നൽകി. തിരുനാവായ പഞ്ചായത്തിലെ അഴകത്ത് പ്രദേശത്ത് പുഴയോരമിടിഞ്ഞ് വീടുകൾക്ക് ഭീഷണി. പരിഹാരം വേണമെന്ന് MLA കുറുക്കോളി മൊയ്തീൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. സർ, കടൽ തീരത്തെന്ന പോലെ പുഴയോരങ്ങളിലും ഇതേപോലെ ഭീഷണി നേരിടുന്ന ധാരാളം സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. അത്തരത്തിലൊന്നാണ് എൻ്റെ മണ്ഡലത്തിലെ നിളയോരത്ത് തിരുനാവായ പഞ്ചായത്തിലെ 11ാം വാർഡ്. അഴകത്ത് പ്രദേശത്ത് തീരം ഓരോ വർഷവും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 50ഓളം വീട്ടുകാർ വളരെ ഭീഷണിയിലാണ്. അതേപോലെ മറുഭാഗത്ത് അതിൻ്റെ പിറകിലുള്ള വീടുകളിലേക്ക് വെള്ളം കയറി ഉള്ള ശല്യം വേറെയുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ മാർഗമുണ്ടാക്കുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. MLA ഉന്നയിച്ച വിഷയം ഗൗരവമേറിയതാണെന്നും പഠനം നടത്തി പരിഹാരം കാണുമെന്നും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മറുപടി നൽകി.
ഈ കടൽ പോലെ തന്നെ പ്രശ്നമാണ് നമ്മുടെ ഈ മറ്റ് പുഴയോരത്തും അതോടൊപ്പം തന്നെ തോടുകളുടെ എല്ലാം സൈഡുകളിൽ ഈ വർദ്ധിച്ചു വരുന്ന ഫ്ലഡ് വളരെ രൂക്ഷമായി കടന്നു വരുന്നതോടുകൂടി തീരം ഇടിഞ്ഞു പോവുകയും അതിൻ്റെ ഭാഗമായി ആ തീരത്ത് വിവസിക്കുന്ന ജനങ്ങൾക്കും വീടുകളും എല്ലാം ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ ഇത് ചെറിയ തോതിലല്ല, നമുക്ക് വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന രീതിയിലുള്ള 1-2 സ്ഥലങ്ങളിൽ മാത്രമല്ല സംഭവിക്കുന്നത്. 2018 പ്രളയത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിഭാസം രൂക്ഷമായി കേരളത്തിൽ അനുഭവപ്പെട്ടു തുടങ്ങിയത്. തുടർന്ന് വന്നിട്ടുള്ള ഓരോ ഘട്ടത്തിലും ഇത് നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ലഭ്യമാകുന്ന ഫണ്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രവർത്തികൾ ചെയ്യാനിപ്പം സാധിക്കുന്നത്. എങ്കിലും ഇക്കാര്യം വളരെ ഗൗരവപൂർവ്വം കാണേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ചില പുഴകളെ സംബന്ധിച്ചും നദികളെ സംബന്ധിച്ചും ഇത്തരം രൂക്ഷത അനുഭവപ്പെടുന്ന പ്രദേശങ്ങളുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തി ഇക്കാര്യങ്ങളിലേക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള പഠനം നടത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് വെട്ടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.